ഒരു വെണ്ടക്ക ഉപ്പേരിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടക്ക ഉപ്പേരിയാണ്. അപ്പം ഇതാണ് നമ്മുടെ വെണ്ടക്ക. അപ്പം ഞാൻ വെണ്ടക്ക മുറിച്ചിട്ടിട്ടുണ്ട്. കഴുകി വെണ്ടക്ക വെച്ച് ആറിക്കഴിഞ്ഞപ്പം മുറിച്ചിട്ടതാണ്ടോ നടു കീറി ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉള്ളി, തേങ്ങ, പച്ചമുളക്, ഉപ്പ്, ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടത്. അപ്പം നമുക്കിത് ഉണ്ടാക്കാം. വെണ്ടക്ക ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 2 ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെണ്ടക്ക, ഉള്ളി, തേങ്ങ, പച്ചമുളകൊക്കെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടക്കയ്ക്ക് വെള്ളം വേണ്ട. നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൊഴുപ്പ് ഇങ്ങനെ മാറണം, അതുവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. നല്ല ടേസ്റ്റാണ് വെണ്ടക്ക ഉപ്പേരി. അതുപോലെ കുറച്ച് നേരം ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. വെണ്ടക്ക മെഴുക്ക് വരട്ടി, വെണ്ടക്ക ഉപ്പേരി, വെണ്ടക്ക പുളിക്കറി, പിന്നെ വെണ്ടക്ക തേങ്ങ അരച്ച കറി എല്ലാം നമുക്ക് വെണ്ടയ്ക്കനെ കൊണ്ട് ആക്കാം. ഇതിൻ്റെ കൊഴുപ്പ് മാറലാണ് വെണ്ടക്ക വേവല്. ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, എന്നാലേ ഈ കൊഴുപ്പ് മാറുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇറക്കിയത് ഇതുണ്ടോ ഇതുപോലെ നൂള പോലെ ഉണ്ടാവും. അപ്പം അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിങ്ങനെ ചൂടായി അതിൻ്റെ ഈ നൂളയൊക്കെ വറ്റി വരും. അപ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടക്ക വെന്ത് റെഡിയാകും. നമ്മുടെ വെണ്ടക്കയിൽ കുറേ ഇളക്കി കഴിഞ്ഞിട്ട് ഇതുണ്ടോ വേറെ ഇതായി വന്നുണ്ടോ ഈ വെണ്ടക്ക ആയി എന്നാണ് അതിനർത്ഥം. ആയി പശ തേച്ച് മാറണം കേട്ടോ. ഇതുണ്ടോ ഓക്കെ. ഇത് നമുക്കിനി വാങ്ങി വെക്കാം. വേണ്ടോ എൻ്റെ വെണ്ടക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ എല്ലാം ഒന്നിനൊന്ന് വിട്ടിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെണ്ടക്ക ഉപ്പേരി വെച്ചാൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വെണ്ടക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ എല്ലാം ഒന്നിനൊന്ന് വിട്ടിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെണ്ടക്ക ഉപ്പേരി വെച്ചാൽ.